ആരാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആരാ? നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വലിയ ചരിത്രമാണ്. ഈ ഫാത്തിമ ബീവിയുടെ ചരിത്രം വേണം കൊച്ചുമക്കളെ മടിയിലിരുത്തിയിട്ട് വാപ്പാ നീ പറഞ്ഞു കൊടുക്കാൻ. നിന്റെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ആരാ ഫാത്തിമ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. മുത്തുനബിയുടെ 35ാമത്തെ വയസ്സ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. പ്രവാചകന്റെ 35ാമത്തെ വയസ്സ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളെ കാണുന്നവരെല്ലാവരും ഒറ്റ വാക്കേ പറയാറുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ നമുക്കൊരു കുട്ടി ഉണ്ടായാൽ, ഒരാണോ ഒരു പെണ്ണോ ജനിച്ചു കഴിഞ്ഞാൽ കാണുന്നവരെല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്. ഒന്നുകിൽ പറയും ഇത് വാപ്പാനെ പോലെ തന്നെ ഇരിക്കണേ, അല്ലെങ്കിൽ ഉമ്മാനെ പോലെ തന്നെ ഇരിക്കണേ, ഇങ്ങനെ പറയാറുണ്ട്. എങ്കിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നവരെല്ലാവരും ഒറ്റ വാക്കേ പറയൂ, വാപ്പാടെ മോള്, വാപ്പാടെ മോള്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നവരെല്ലാവരും പറയും വാപ്പാനെ വരച്ചു വെച്ചിരിക്കുകയാ. ഫാത്തിമ വാപ്പാനെ പോലെയാ, വാപ്പാടെ മുഖം തന്നെയാണ്, വാപ്പയുടെ കണ്ണ് തന്നെയാണ്, വാപ്പയുടെ കവിള് തന്നെയാണ്, വാപ്പയുടെ ചിരി തന്നെയാണ്, വാപ്പ നടക്കുന്നത് പോലെ, വാപ്പ ഇരിക്കുന്നത് പോലെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നടന്നു വരുന്നത് കണ്ടാൽ അഷ്റഫുൽ ഖൽഖ് നടന്നു വരുന്നത് പോലെയാണെന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചരിത്രം പറയുകയാ. ഫാത്തിമ ബീവി നടന്നു വരുന്നത് കണ്ട മുത്തുനബി വരുന്നത് പോലെ തോന്നും. അപ്പൊ ഫാത്തിമ വാപ്പാനെ വരച്ചു വെച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ പോലെ തന്നെയാ ഫാത്തിമ ഇരിക്കണേ. എല്ലാരും ഇങ്ങനെ പറയുന്നത് കാരണം പ്രവാചകന് ഫാത്തിമയോട് വല്ലാത്ത ഒരു ഇഷ്ടമാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേറെ മക്കളുണ്ട്. എങ്കിലും എല്ലാവരും ഫാത്തിമാനെ കാണുമ്പോ പറയും ഉപ്പാനെ പോലെ തന്നെ ഇരിക്കണം. മുത്തുനബിയെ ഖദീജയ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് വാപ്പാനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോ ഖദീജ ബീവിക്കും ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയെ ഫാത്തിമയ്ക്ക് വലിയ സന്തോഷം. കാരണം പ്രവാചകനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. 40 വയസ്സ് വരെ പ്രവാചകനോട് ഒരാൾക്കും എതിർപ്പില്ല. എവിടെ ചെന്നാലും സ്ഥാനമാണ്. മുത്തുനബി എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് കാരണം ഫാത്തിമയും എല്ലാവരും, റസൂലുള്ളാഹിയുടെ പൊന്നുമോളാണല്ലോ, അതിന്റെ മഹത്വം. വാപ്പാനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, മതവ്യത്യാസമില്ലാതെ. എല്ലാവരും മക്കക്കാര് മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകന്റെ കുടുംബത്തെയും അംഗീകരിക്കുന്നു, ഫാത്തിമാനെ എല്ലാവരും അംഗീകരിക്കുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എവിടെ പോകുമ്പോഴും വാപ്പാടെ കയ്യിൽ പിടിച്ച് നടക്കും. ഏകദേശം 5 കൊല്ലം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു 5 വയസ്സാകുന്നത് വരെ ഫാത്തിമ ബീബി മുത്തുനബിയുടെ കൂടെ നടക്കും, കളിച്ചും ചിരിച്ചും എല്ലാവരും താലോലിക്കുകയാണ്. എല്ലാവർക്കും ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമാണ്. അവസാനം 40ാമത്തെ വയസ്സിൽ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് കിട്ടി. അള്ളാഹുവിന്റെ പ്രവാചകന് നുബൂവത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രവാചകന് മക്കക്കാരുടെ മുന്നിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്നു. ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കക്കാരോട് പറയാൻ ചെന്നപ്പോൾ ഇന്നലെ വല്ല അല്ലമീൻ എന്ന് വിളിച്ച മുത്തുനബി അവര് വിളിച്ചു നീ കള്ളനാ, ഇവന് പ്രാന്ത. അള്ളാഹുവിന്റെ പ്രവാചകൻ അവര് കളിയാക്കാൻ തുടങ്ങി. പ്രവാചകൻ അവര് വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത പ്രയാസമായി. തന്റെ പിതാവിനെ എല്ലാവരും കുത്തുവാക്ക് പറയുന്നു, പരിഹസിക്കുന്നു, എല്ലാവരും പ്രവാചകനെ ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഇതൊക്കെ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളിങ്ങനെ കണ്ടു വളരുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇസ്ലാമിലേക്ക് ജനങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഉപദ്രവം തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിനെ ഉപദ്രവിക്കാൻ തുടങ്ങി, പ്രവാചകനെയും ഉപദ്രവിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വഹാബികൾ മുത്തുനബിയുടെ മുന്നിൽ വന്ന് പരാതി പറയുമ്പോ പ്രവാചകൻ അവരോട്, സഹാബത്തിനോട് അബ്സീനയിലേക്ക് പ്രവാചകൻ അവിടെ നിന്ന് ഹിജറ പോകാൻ പറഞ്ഞു. അങ്ങനെ വലിയ വലിയ സഹാബത്ത്, മഹാനായ അബൂബക്കർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, ഇങ്ങനെയുള്ള വലിയ സഹാബത്ത് മുഴുവനും ഈ ഹിജറ പോയി. മുത്തുനബി മാത്രമേ ഉള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ പോയിട്ട് കാണുന്നില്ല. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ 5-6 വയസ്സുണ്ട്. 6 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പിതാവിനെ കാണുന്നില്ല. ഫാത്തിമ തന്റെ വാപ്പയെ തെരഞ്ഞു നടക്കുകയാ. തന്റെ പ്രിയപ്പെട്ട പിതാവിനെ തെരഞ്ഞ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ നടന്നു വരുമ്പോൾ
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോ അബൂജഹലും തന്റെ അനുയായികളുമുണ്ടല്ലോ, അതാ പടച്ചവനെ, അതാ ചത്ത് കിടക്കുന്ന അതാ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയുണ്ടല്ലോ, ആ കുടൽമാല വല്ലാത്ത ഭാരമുള്ളതാണ്. ആ പുഴുത്ത് നാറിയ കുടൽമാലയുണ്ടല്ലോ, അവിടെ നിന്ന് വലിച്ചു കൊണ്ടുവന്ന് പ്രവാചകന് സുജൂദിൽ കിടക്കുമ്പോൾ മുത്തുനബിയുടെ തലയുടെ മുകളിലേക്ക് എടുത്തിടുകയാണ്. സുജൂദിൽ കിടക്കുന്ന പ്രവാചകന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അതാ തന്റെ തലയുടെ മുകളിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കിടക്കുകയാണ്. പ്രവാചകന് അതെടുത്തു മാറ്റാൻ കഴിയുന്നില്ല. കാരണം വേറെ സ്വഹാബികൾ ആരുമില്ലല്ലോ, എല്ലാവരും പടച്ചവനെ ഹിജ്റ പോയിരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന 6 വയസ്സുള്ള പൊന്നാര മകള് വാപ്പാനെ തെരഞ്ഞു വരുമ്പോ വാപ്പ സുജൂദിൽ കിടക്കുകയാണ്. വാപ്പാടെ തലയുടെ മുകളിൽ പുഴുത്തുനാറിയ കുടൽമാല എടുത്തിട്ടിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി വരികയാ. പടച്ചവനെ, ആ പിഞ്ചു മകളുണ്ടല്ലോ, വാപ്പാടെ തലയുടെ മുകളിൽ ഇട്ടിരിക്കുന്ന കുടൽമാല വലിച്ച് തറയിലിടാൻ സഹായിക്കുകയാണ്. ഉപ്പാന്റെ തലയുടെ മുകളിൽ നിന്ന് കുടൽമാല വലിച്ച് താഴെയിട്ടു. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമായി, അല്ലാഹുവിന്റെ പ്രവാചകന് സമാധാനമായി. മുത്തുനബി സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. ആ സമയത്ത് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുണ്ടല്ലോ, വാപ്പാന്റെ ശരീരത്ത് വാപ്പാടെ തലയില് പടച്ചവനെ പറ്റിയിരിക്കുന്ന കുടൽമാലയുടെ വേസ്റ്റുകളുണ്ടല്ലോ, ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് വാപ്പയുടെ തലയിൽ നിന്ന് എടുത്തു വൃത്തിയാക്കുകയാ. വാപ്പാടെ തലയിൽ നിന്ന് അത് മുഴുവനും എടുത്തിങ്ങനെ വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ ചോദിച്ചു, വാപ്പാ, എന്തിനാ എന്റെ ഉപ്പയോട് ഇവരെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ ഉപ്പാനെ എന്തിനാണ് ഇവര് വേദനിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകൾ അവിടെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ലാ കറുബ അലാ അബീകി ഫിൽ ആഖിറ. ഫാത്തിമ, ഉപ്പയ്ക്ക് ഇവിടെയല്ലേ പ്രയാസമുള്ളൂ, ഇവിടെയല്ലേ വാപ്പയ്ക്ക് പ്രയാസമൊക്കെ ഉള്ളൂ, ആഖിറത്തിൽ നിന്റെ ഉപ്പയ്ക്ക് ഒരു പ്രയാസവുമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തുനബി വീട്ടിലേക്ക് നടന്നുപോയി. പടച്ചവനെ, പിന്നെ വല്ലാത്ത ദുഃഖത്തിന്റെ കഥകളാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോയപ്പോ ഫാത്തിമ ബീവിക്ക് 2 സഹോദരിമാരാണുള്ളത്. ഒന്ന് റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതാണ്, രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു പോയപ്പോ, അതാ പുതിയ മതവുമായി കടന്നു വന്ന മുഹമ്മദിന്റെ മക്കളെ ഞങ്ങൾക്ക് വേണ്ട. പടച്ചവരെ, മുത്തുനബിയുടെ 2 മക്കളുണ്ടല്ലോ, 2 പെൺമക്കളെയും തലാഖ് പറയുകയാണ്. പുതിയ മതവുമായിട്ട് വരുന്ന മുഹമ്മദിന്റെ മക്കളെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ 2 പെൺമക്കളെയും ബന്ധം ഒഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. 2 സഹോദരിമാരും വിധവകളായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ ഇങ്ങനെ കാണുകയാ. ആ ചെറുപ്പം മുതലേ ഫാത്തിമയ്ക്ക് വല്ലാത്ത പ്രയാസം തുടങ്ങി. 2 സഹോദരിമാരെയും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അവരുടെ കണ്ണുനീര് കൂടെ ഫാത്തിമ കാണുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വല്ലാത്ത പീഡനങ്ങളും ദുരിതങ്ങളും സഹിക്കാൻ കഴിയാതെ വന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുടുംബത്തെയും ഊരുവിലക്കി. അള്ളാഹുവിന്റെ പ്രവാചകനെയും തന്റെ കുടുംബത്തെയും ഊരുവലക്കാൻ തീരുമാനിച്ചു. ശൈബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നാര ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഇങ്ങനെ പ്രവാചകന്റെ കുടുംബത്തെ കൊണ്ടുപോയിട്ട് ഒരു മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട് ഊരുവിലക്കിയിട്ടിരിക്കുകയാ. ഒരാളും സഹായിക്കാനോ സഹകരിക്കാനോ ഒന്നിനും പാടില്ല.
ഖുറൈശികൾ അവിടെ നിന്ന് ഓർഡർ ഇട്ടു, ഒരാളും സഹകരിക്കാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ കുടുംബവും ആ ശൈബു അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഇങ്ങനെ കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരാളും സഹായിക്കാനില്ല. കയ്യിലിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു, കയ്യിലിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന് കഴിക്കാൻ ഒന്നുമില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പട്ടിണി കിടക്കാൻ പഠിച്ചത് അവിടെ നിന്ന്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പട്ടിണി കിടക്കാൻ പഠിച്ചത് അവിടെ നിന്നാണ്. അല്ലാഹുവേ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പാടെ ചാരത്ത് പരാതി പറയാൻ പോകുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പടച്ചവനെ വാപ്പാരോട് വിശക്കുന്നു എന്ന് പറയാൻ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട പിതാവ് പുല്ലു പറിച്ച് തിന്നുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇലകള്, വൃക്ഷത്തിന്റെ ഇലകളുണ്ടല്ലോ, ആ ഇലകള് പറിച്ചിട്ട് പ്രവാചകന് വിശപ്പ് കാരണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് കാണുന്ന കാഴ്ച ഇതാണ്. വാപ്പ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു കഴിക്കുന്ന രംഗമാണ്. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടുകയാ. തന്റെ വാപ്പാടെ ചാരത്തേക്ക് ഓടി ചെല്ലുകയാണ്. അവിടുന്ന് പൊന്നാര മകള് വാപ്പാനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ ഭാര്യയും തന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ പ്രവാചകനെ സഹിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഫാത്തിമ പഠിക്കുന്നത് അവിടെ നിന്നാണ്. അബീ താലിബിന്റെ മലഞ്ചെരുവിൽ നിന്നാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം പഠിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മക്കളും ഭാര്യയും പട്ടിണി കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ ഇല പറിച്ച് കഴിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ഖദീജ. മുത്തുനബി തന്റെ ഭാര്യയെ വിളിക്കുകയാണ്, ഖദീജ, ഖദീജ, എല്ലാവർക്കും എന്നോട് വല്ലാത്ത ദേഷ്യമാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, ഖദീജ, എല്ലാവർക്കും എന്നോടാ ദേഷ്യം, നിന്നോട് ആർക്കും ദേഷ്യമില്ല. അതുകൊണ്ട് ഖദീജ, നിനക്കാണെങ്കിലും പട്ടിണി കിടന്നു പരിചയമില്ല. കാരണം നീ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണ്. മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണ് നീ. നിനക്ക് പട്ടിണി കിടന്നു പരിചയമില്ല. ഇതുപോലെ വന്ന് ഈ മലഞ്ചെരുവിൽ കടന്ന് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് ഖദീജ, നീ മക്കളെയും വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ പോ. നിങ്ങൾ പഠിക്കണം. ഖദീജ ബീവിയോട് മുത്തുനബി പറഞ്ഞു, ഖദീജ, നീ മക്കളെയും വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ പോ. എന്തിനാ ഇവിടെ പട്ടിണി കിടക്കുന്നത്? എന്തിനാ ഇവിടെ പട്ടിണി കിടക്കുന്നത്? പുല്ലു പറിച്ചുകൊണ്ട്, അതാ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുനബി ഇത് പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ പോകൂല നബിയെ, ഞാൻ പോകൂല നബിയെ, എന്നെ പറഞ്ഞു വിടരുത്. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ഭാര്യ യാചിക്കുകയാ, എന്നെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞു വിടരുത് നബിയെ. നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചിവിടെ കിടന്ന കൂടെ ഈ ഖദീജയുണ്ട് നബിയെ. നബിയെ, അങ്ങ് ഇവിടെ കിടന്നു പട്ടിണി കിടന്നു മരിച്ചാലും ഈ ഖദീജയും കൂടെയുണ്ട് നബിയെ. ഒരിക്കലും അങ്ങയെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ ഖദീജ ബീബി പറഞ്ഞു കൊടുത്ത മറുപടി അതാണ്, പഠിച്ചവനെ, വാപ്പയും ഉമ്മയും കൂടെ മത്സരിക്കുകയാ. വാപ്പയും ഉമ്മയും കൂടെ മത്സരിക്കുന്നതാണ് ഖദീജ ബീബി. അതാ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, എന്നെ പറഞ്ഞു വിടല്ലേ. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും പട്ടിണിയാണെങ്കിലും മരിക്കാൻ ഈ ഖദീജ തയ്യാറാ. ഞാൻ
പോകില്ലെന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് യാചിക്കുന്നതാണ് ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകള് കണ്ടുപഠിക്കുന്നത്. എന്റെ പ്രിയമുള്ളവര്, നമ്മുടെ വീട്ടിലും മക്കളുണ്ടല്ലോ, അവര് കണ്ടുപഠിക്കുന്നത് എന്താണ്? ഉമ്മാനെ തല്ലുന്നത്, ഉമ്മ ഉപ്പാനെ ചീത്ത വിളിക്കുന്നത്, പരസ്പരം കളിയാക്കുന്നത്, പരസ്പരം പരിഹസിക്കുന്നത്, എപ്പോഴും ബാപ്പയും ഉമ്മയും കടന്ന് തമ്മിലടിക്കുന്നത് കണ്ടാണ് നമ്മുടെ മക്കള് വളരുന്നത്. പക്ഷേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ആ പ്രയാസത്തിന്റെ നടുവിലും ബാപ്പയുടെ കൂടെ നിൽക്കുന്ന ഉമ്മാനെയാണ് കാണുന്നത്. പഠിച്ചവനെ അതാ രോഗിയായി കഴിയുമ്പോ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോ, കളഞ്ഞിട്ട് പോകുന്ന പെണ്ണുങ്ങളുടെ നടുവില് ഒരു പ്രയാസത്തിന്റെ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് താങ്ങായി നിൽക്കുന്ന ഭാര്യയെ കണ്ടാണ് ഫാത്തിമ വളരുന്നത്. പഠിച്ചവനെ അവിടെ പട്ടിണി കിടന്നത് 1 മാസമോ 3 മാസമോ 6 മാസമോ 1 കൊല്ലമോ അല്ലടാ ചെറുപ്പക്കാരാ, 3 കൊല്ലമാണ് അവര് പട്ടിണി കിടന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനും ശൈബു അബീ താലിബിന്റെ മലഞ്ചെരിവില് പ്രവാചകന്റെ കുടുംബം 3 വർഷക്കാലമാണ് അവിടെ കിടന്നത്. ചരിത്രം പറയുകയാണ്, വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കടിച്ചിട്ട് മൃഗങ്ങള് കാശിക്കുന്നത് പോലെ കാശിക്കുകയാ. പടച്ചവനെ 3 കൊല്ലം കഴിഞ്ഞു. അവസാനം പടച്ചവനെ ജനങ്ങളെ മുഴുവനും സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ഊരുവലക്കൊക്കെ കഴിഞ്ഞു. അതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെ കിടന്നു പട്ടിണി കിടന്നിട്ട് അവിടെ നിന്ന് രോഗം പിടിച്ചു. ഖദീജ ബീവി തളർന്നു തുടങ്ങി. അങ്ങനെ അവസാനം അല്ലാഹുവേ അവിടെ നിന്ന് വീട്ടിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹ്ദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയായി. പട്ടിണി കിടന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയായി. 65 വയസ്സുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരു ദിവസം കുളിച്ചൊരുങ്ങി നിൽക്കുകയാ. ഒരു ദിവസം കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുക 65-ാമത്തെ വയസ്സിൽ. 65-ാമത്തെ വയസ്സിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുക. ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകൾ ഇത് കാണുന്നുണ്ട്, ഉമ്മ ഒരുങ്ങി നിൽക്കുന്നത്. വാപ്പ വീട്ടിലേക്ക് കയറി വന്നു. ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിച്ചു. പതിവില്ലാത്ത രീതിയിൽ അന്ന് അടുത്തുപോയി ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നല്ലതുപോലെ ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കിടക്കുകയാ. ഒരു വാപ്പയും ഉമ്മയും കിടന്ന് സ്നേഹിക്കുന്നത് പൊന്നാര മകൾ ഇങ്ങനെ കാണുകയാ. വാപ്പാടെ മടിയിൽ ഉമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതും 65 വയസ്സുണ്ട്. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നേ? എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നേ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് എന്തൊരു ഗ്ലാമറാ നബിയെ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണല്ലോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് നീ എന്നെ കാണാൻ നിനക്ക് ഇപ്പോഴാണോ അത് തോന്നിയേ? ഖദീജ 25 വർഷമായിട്ട് നീ എന്നെ കാണുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്ക്. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയാ. ആ സമയം നമ്മൾ ചിന്തിച്ചു നോക്കിയ നമ്മുടെ വീടിന്റെ അവസ്ഥ. 40 വയസ്സ് കഴിഞ്ഞാൽ ഭർത്താവ് ഒരു റൂമിൽ, ഭാര്യ ഒരു റൂമിൽ കിടക്കുന്ന കാലമാണ്. ഈ സദസ്സിൽ നെളിഞ്ഞിരിക്കുന്ന വാപ്പമാരോട്, ഈ സദസ്സിൽ നെളിഞ്ഞിരിക്കുന്ന എന്റെ ഉപ്പമാരോട്, വേദിയിലും പുറത്തു ഇരിക്കുന്നവരോട്, സ്വന്തം ഭാര്യയുടെ കൂടെ ഇപ്പോഴും കിടന്നുറങ്ങണ എത്ര ഭർത്താക്കന്മാരാ ഉള്ളത്? കാരണം 40 കഴിഞ്ഞു, 45 കഴിഞ്ഞു, ഇനിയിപ്പോ എന്തിപ്പ ഇല്ലേ? ഇനിയിപ്പോ എന്ത്? എങ്കിൽ അള്ളാഹുവെ അപ്പോഴാ സ്നേഹിക്കേണ്ടത്. നീ വിചാരിച്ചോ കല്യാണത്തിന്റെ 1-ാമത്തെ രാത്രിയാ സ്നേഹിക്കേണ്ടതെന്ന്? ആരാ പറഞ്ഞതെന്ന്? വാപ്പ കല്യാണത്തിന്റെ 1-ാമത്തെ രാത്രിയല്ല സ്നേഹിക്കേണ്ടത്. അത് സ്നേഹിക്കാൻ ആരെ കൊണ്ടും പറ്റും, കാരണം പുതുജോടിയാ. പക്ഷെ സ്നേഹിക്കേണ്ടത് എപ്പോഴെന്നറിയോ? പ്രായമായി വരുമ്പോഴാ. പ്രായമായി വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, സംഘടനകൾക്കും വേണ്ട, നമ്മുടെ മക്കൾക്കും വേണ്ട, ആർക്കും വേണ്ട. ആ സമയത്ത് വീടിന്റെ അകത്ത് രോഗം പിടിച്ച് കിടക്കുന്ന സമയത്ത് അപ്പോഴാ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അപ്പൊ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയും പരസ്പരം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാ. അവിടെ നിന്ന് നിങ്ങൾക്ക് ചരിത്രം അറിയാം. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ 25 കൊല്ലമായി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, 25 വർഷക്കാലമായി നമ്മൾ രണ്ടുപേരും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചിട്ട് 25 വർഷമായി. ഞാൻ അങ്ങയുടെ മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. ഭർത്താവിനോട് ഭാര്യ പൊരുത്തം ചോദിക്കുകയാണ്. ഭർത്താവിനോട് ഭാര്യ പൊരുത്തം ചോദിക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾക്ക് അത്ഭുതമായി. അവിടുന്ന് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ ഞാൻ പോവാ നബിയെ, എന്റെ മരണമെടുത്തു നബിയെ, എന്റെ മരണമെടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് അവിടുന്ന് യാത്ര പറയുകയാണ്. അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തൊരു പെണ്ണിനും ഒരു മക്കൾക്കും കാണാൻ കഴിയാത്ത ഒരു കാര്യമല്ലേ. അവിടുന്ന് പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ പൊരുത്തം ചോദിക്കുകയാ. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകനും പിരിയാൻ കഴിയാതെ കരയുകയാണ്. പ്രവാചകനും അവിടുന്ന് കരയുന്നു. ഖദീജ ബീവിയെ സമാധാനിപ്പിക്കുന്നു. ഖദീജ ബീവിയെ സമാധാനിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം യാത്രയെല്ലാം പറന്നു കിടന്നപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ അടുത്ത് വിളിക്കുകയാണ്. മോളെ ഫാത്തിമ, ഉമ്മാടെ പൊന്നുമോളിങ് വാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്ത് പിടിച്ചു. എന്നിട്ട് ഫാത്തിമയുടെ കയ്യിൽ പിടിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. ഖദീജ ബീബി കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ എന്തിനാ ഖദീജ നീ കരയുന്നത്? എന്തിനാ ഖദീജ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്റെ പൊന്നാര മകള് ചെറിയ പെണ്ണാണല്ലോ, എന്റെ ഫാത്തിമയ്ക്ക് ചെറിയ പ്രായമാണല്ലോ. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഉമ്മയുടെ ആവശ്യം വരുന്ന സമയമാണല്ലോ. ഒരു പെണ്ണിന് ഉമ്മയാണല്ലോ വേണ്ടത്. ഒരു ഉമ്മയുടെ സഹായം വേണ്ട സമയമാണല്ലോ. പക്ഷേ ഞാൻ പോകുകയാണല്ലോ നബിയേ. എനിക്ക് ഫാത്തിമയെ കുറിച്ച് ഓർത്തിട്ട് വല്ലാത്ത വേദനയുണ്ട്. ഫാത്തിമ എന്ന് പറയുന്ന എന്റെ പൊന്നാര മകളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത വേദനയാ. എന്റെ മോളെ പിരിയാൻ പോകുകയാണല്ലോ. എന്റെ പൊന്നാര മകളെ പിരിയാൻ പോകുകയാണല്ലോ. അവസാനം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ ഇങ്ങനെ പൊന്നാര മകളുടെ കൈ പിടിച്ചു കൊടുക്കുകയാ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വാപ്പാടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ഫാത്തിമാനെ ഒരിക്കലും കരയിപ്പിക്കല്ലേ നബിയേ. എന്റെ പൊന്നുമോളെ വേദനിപ്പിക്കല്ലേ നബിയേ. എന്റെ പൊന്നാര മകളുടെ കണ്ണ് നിറയാതെ, ഫാത്തിമയുടെ കണ്ണ് നിറയാതെ ഫാത്തിമയെ നല്ലതുപോലെ നോക്കിക്കൊള്ളണേ നബിയേ. ഉമ്മയതാ തന്റെ പൊന്നാര മകളെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറയുകയാ, എന്റെ ഫാത്തിമയെ വേദനിപ്പിക്കരുത്, എന്റെ ഫാത്തിമയെ കരയിപ്പിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല ഖദീജ, ഫാത്തിമ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല, ഫാത്തിമാനെ ഞാൻ ഒരിക്കലും കരയിപ്പിക്കില്ല. അവിടുന്ന് പടച്ചവനെ യാത്ര പറയുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുകയാ. ഖദീജ ബീബി അവിടുന്ന് മരണപ്പെടുകയാണ്. പടച്ചവനെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ആ വീടിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ചെറിയ പെണ്ണിന്റെ ഉമ്മയാണ് മരണപ്പെടുന്നത്. ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിയുമോ? തന്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് മരണപ്പെട്ടു.
വാപ്പായിക്കാണെങ്കിൽ ഉമ്മയോട് വല്ലാത്ത സ്നേഹമാ. ഫാത്തിമയ്ക്കറിയാ എന്റെ ഉപ്പാടെ ജീവനാണെന്ന്, ഉപ്പായിക്ക് ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണെന്ന് ഫാത്തിമയ്ക്കറിയാ. അത് ചരിത്രം വായിച്ചു നോക്കിയാ അറിയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയായ ഖദീജ ബീബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലെങ്ങാണ് ഖദീജ എന്ന് പറഞ്ഞ പ്രവാചകന് മരിക്കുന്ന കാലം വരെ കണ്ണ് നിറയുമായിരുന്നു. ഖദീജ എന്ന് പറയുന്ന പേര് പറഞ്ഞാൽ തന്നെ പ്രവാചകന് കരയുമായിരുന്നു. അത്രയ്ക്കും സ്നേഹമാ ഖദീജാന്, അത്രയ്ക്കും സ്നേഹമാ ഖദീജയെ. അതാ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയതിന്റെ വേദനയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. മറു സൈഡിൽ ഉമ്മ മരണപ്പെട്ടതിന്റെ വേദനയിൽ ഫാത്തിമ. പക്ഷേ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന വാപ്പാടെ ചാരത്ത് പോവുകയാണ്. ഉമ്മ മരണപ്പെട്ടതിന്റെ വേദനയിലിരിക്കുന്ന പ്രവാചകന്റെ ചാരത്ത് ചെന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സമാധാനിപ്പിക്കുകയാ. എങ്ങനെയാ സമാധാനിപ്പിച്ചതെന്നറിയുമോ? എങ്ങനെയാ സമാധാനിപ്പിച്ചതെന്നറിയുമോ? ഒരു ഉമ്മ മകനെ എങ്ങനെയാണോ നോക്കുന്നത്, ഒരു ഉമ്മ മകനെ എങ്ങനെയാണോ നോക്കുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ വിളിച്ച പേരെന്തെന്നറിയോ? ഉമ്മു അബീഹാ, വാപ്പാടെ ഉമ്മ, വാപ്പാടെ ഉമ്മ. ഫാത്തിമയെ കാണുമ്പോ മുത്തുനബി പറയുമായിരുന്നു, വാപ്പയുടെ ഉമ്മയാ ഫാത്തിമ. ഒരു ഉമ്മ എങ്ങനെയാണോ മകനെ സ്നേഹിക്കുന്നത്, തന്റെ ഭാര്യ മരണപ്പെട്ടതിന്റെ വേദനയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ അകത്തിരുന്ന് കരഞ്ഞപ്പോ ഒരു ഉമ്മ എങ്ങനെയാണോ മകനെ സമാധാനിപ്പിക്കുന്നത്, അതുപോലെ ഫാത്തിമ എന്ന് പറയുന്ന മകള് പോയിട്ട് വാപ്പാനെ സമാധാനിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു ഫാത്തിമ ഉമ്മു അബീഹ, വാപ്പയുടെ ഉമ്മ. വാപ്പയുടെ ഉമ്മ. പ്രവാചകന്റെ ഏറ്റവും കൂടുതൽ വേദനയുണ്ടായ, പ്രയാസമുണ്ടായ സമയത്ത്, ഖദീജ ബീവി മരണപ്പെട്ട സമയത്ത് ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു ചെറിയ മകളാ മുത്തുനബി സമാധാനിപ്പിച്ചത്. തിരിച്ചോ, ഉമ്മ മരണപ്പെട്ടു പോയ ഒരു മകൾ, ആ മകളെ സമാധാനിപ്പിച്ചത് വാപ്പയാ. ഉമ്മയുടെ കുറവ് വരുത്തിയില്ല, ഉമ്മയുടെ കുറവ് വരുത്തിയില്ല, ഉമ്മാടെ കുറവ് മുത്തുനബി ഫാത്തിമയ്ക്ക് വരുത്തിയില്ല. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ നീ എന്റെ കരളിന്റെ കഷ്ടമാ ഫാത്തിമ, ഉപ്പാടെ കരളിന്റെ കഷ്ടമാണ് എന്റെ പൊന്നുമോള്. അങ്ങനെ രണ്ടുപേരും പരച്ചവനെ പരസ്പരം ഇങ്ങനെ സ്നേഹത്തോടെ കഴിയുകയാണ്. പക്ഷേ പീഡനങ്ങൾക്ക് കുറവില്ലല്ലോ, എവിടെ നോക്കിയാലും വല്ലാത്ത പീഡനങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ പടച്ചവരെ സ്വഹാബത്ത് കടന്നു വരികയാണ്. പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയെ പീഡനങ്ങളാണ്, കണ്ടോ നബിയെ. വസ്ത്രം ഇങ്ങനെ ഉയർത്തിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. പഠിപ്പിച്ച കമ്പി കൊണ്ട് ഞങ്ങളുടെ പച്ചയിറച്ചി കരിച്ചിരിക്കുന്നത് കണ്ടോ നബിയെ. പ്രവാചകന്റെ മുന്നിൽ വന്ന് സ്വഹാബത്ത് മുഴുവനും കരഞ്ഞുകൊണ്ട് പരാതി പറയുമ്പോ അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹിജ്റ പോകാറ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാറ് അല്ലാഹുവിന്റെ പ്രവാചകൻ അനുവാദം കൊടുത്തു. സ്വഹാബത്ത് മുഴുവനും ഹിജ്റ പോവുകയാണ്, സ്വഹാബികൾ മുഴുവനും ഹിജ്റ പോവുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പടച്ചവനെ തന്റെ പൊന്നാര മക്കളായ റുഖിയ ബീവി, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, പടച്ചവൻ അതുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, രണ്ട് പെൺമക്കളെയും വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വാപ്പ മദീനത്തേക്ക് ഹിജ്റ പോവുകയാണ്, വാപ്പ നാട് വിടാൻ പോവുകയാണ്, ഉപ്പാൻ ഇവിടെ നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമാണ്, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തു, എന്റെ പൊമ്മക്കളെ നീ എങ്ങനെയെങ്കിലും മദീനയിൽ എത്തിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പെൺമക്കളുടെ കാര്യം ഏൽപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകാൻ തീരുമാനിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ റസൂൽ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ ഇബ്ലീസാ പോയി പറഞ്ഞു കൊടുക്കുന്നത്, ഇബ്ലീസാണ് പോയി പറഞ്ഞു കൊടുക്കുന്നത്, മുഹമ്മദ് നാട് വിടാൻ പോകുകയാണ്.
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകാൻ തീരുമാനിച്ചപ്പോ ഇബ്ലീസ് പോയിട്ട് ഖുറൈശികളോട് പറഞ്ഞു, മുഹമ്മദ് നാട് വിടാൻ പോവുകയാ, രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല, കൊല്ലാൻ പറ്റുന്ന അവസാനത്തെ ചാൻസ് വേണമെങ്കിൽ കൊന്നോളാൻ. അങ്ങനെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും നല്ല യോദ്ധാക്കന്മാരായ വ്യക്തികളെ തെരഞ്ഞെടുത്തു. എല്ലാവർക്കും മുത്തുനബിയെ കൊല്ലണം, ഒരാൾക്കല്ല. ഇപ്പൊ അത് തന്നെ മുസ്ലിമിനെ എല്ലാവർക്കും വേണം, അങ്ങനെ എല്ലാവർക്കും മുസ്ലിമീങ്ങളെ വേണം. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കൊല്ലാന്നല്ല പറഞ്ഞ്, എല്ലാവർക്കും വേണം. എനിക്ക് വെട്ടണം, എനിക്ക് വെട്ടണം, എനിക്ക് കുത്തണം, എനിക്ക് തുണ്ടമാക്കണം. അങ്ങനെ ആര് വേണമെങ്കിലും കൊന്നോ. എല്ലാവരും കൂടെ മുത്തുനബിയുടെ വീട് വളഞ്ഞിരിക്കുകയാ. പൗരത്വ ബില്ലും പേടിച്ചടക്കണ കാക്കാമാരൊക്കെ കേട്ടോ, പൗരത്വ ബില്ല് NRCയും പേടിച്ചടക്കണ കാക്കാമാരൊക്കെ കേട്ടോണം. എടാ പൊന്നാര ചങ്ങാതി, നീ പഠിച്ചോ, നീ ആരാ, നിന്റെ വില എന്താ? അള്ളാഹുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു മുസ്ലിമിന്റെ പവർ എന്താണെന്ന് നീ പഠിക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.